ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്നതിന് മുമ്പ് ഒരുപാട് യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും അതിലെല്ലാം തന്നെ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പരാജയപ്പെട്ട കാലങ്ങളിൽ അദ്ദേഹം ഒളിവിൽ പോവുകയും വേഷം മാറി ജീവിക്കേണ്ട വരെ അവസ്ഥയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വേഷം മാറി ജീവിക്കുന്ന സമയത്ത് അതിരാവിലെ അദ്ദേഹം ഗ്രാമത്തിലുള്ളിൽ നടക്കുമ്പോൾ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ഒരു അമ്മ അവരുടെ മകന് വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത് ചന്ദ്രഗുപ്ത മൗര്യന്റെ ശ്രദ്ധയിൽപ്പെടും. ആ ചൂടപ്പം ആ മകന്റെ കയ്യിൽ കിട്ടുന്നതോടൊപ്പം തന്നെ മകൻ ആ അപ്പത്തിന്റെ നടുക്കെന്ന് പിച്ചിയെടുത്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുകയും അവന്റെ കൈ പൊള്ളുകയും ചെയ്യും. അത് കണ്ട അമ്മ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: നീ എന്താടാ ചന്ദ്രഗുപ്ത മൗര്യൻ യുദ്ധം ചെയ്യും പോലെ നടുക്കെന്നെടുക്കുന്നത്, അറ്റത്തുനിന്ന് എടുത്ത് കഴിക്കൂ, എന്നാലേ അപ്പം നിനക്ക് മൊത്തത്തിൽ കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അമ്മ ഒരു ഉപദേശം കൊടുക്കുക. അത് ചന്ദ്രഗുപ്ത മൗര്യനെ ഇരുത്തി ചിന്തിച്ചു. കാര്യം അദ്ദേഹം യുദ്ധം ചെയ്തത് നടുക്ക് നിന്നായതുകൊണ്ടാണ് അദ്ദേഹത്തിന് പലപ്പോഴും പരാജയങ്ങൾ സംഭവിച്ചത്. ചുറ്റൊന്നും ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിജയിക്കാനായി സാധിക്കത്തില്ല. ഞാൻ ഈ കഥ ഇവിടെ പറയാൻ കാര്യം, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങളായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ വലിയ വലിയ പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വളരെ കുഞ്ഞു കുഞ്ഞു സ്വഭാവങ്ങളുടെ പരിണിത ഫലമാണ് നമുക്ക് പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പ്രശ്നങ്ങളിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്, പകരം നമ്മുടെ കുഞ്ഞു കുഞ്ഞു സ്വഭാവങ്ങൾ കൊണ്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോയ നമ്മുടെ സ്വഭാവത്തിന്റെ പരിണിത ഫലമാണ് ആ പ്രശ്നം ഉണ്ടായതെന്ന് മനസ്സിലാക്കി ആ സ്വഭാവങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലേക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജീവിതം നമുക്ക് കെട്ടിപ്പടുത്താനും പറ്റും.